എടോ മറ്റു നടന്മാരൊക്കെ വന്നിട്ട് എന്നെ കേരളം നിങ്ങൾ വിളിച്ചാ പോരെ? സാറേ ഒന്ന് രണ്ട് ഡിസ്കഷൻ ഉണ്ടാവും സാറേ. സാറേ നടരാജ രജത പുരസ്കാരം കിട്ടിയ ഡയറക്ടറല്ലേ സാറേ? അവനോ? എന്താണോ സാർ എത്ര സമയം വരാത്ത? ശരി സാറേ. ആ എന്താണ് എത്ര സമയം സാറ് നാടിരിക്കുന്നത്? എന്താ ഷോട്ട് എടുക്കാത്ത? തലയിരിക്കുമ്പോ വാലാടണ്ട. ഞാനാ ഡയറക്ടർ, ഞാൻ തീരുമാനിക്കും കേട്ടോ. പോയി പറഞ്ഞേക്ക്. ഞാൻ രണ്ട് വർത്താനം പറഞ്ഞു പേടിച്ചിട്ട് ഇപ്പൊ റെഡിയാവും. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലടോ. നീ ഒരു ഒറ്റൊരുത്തം പറഞ്ഞിട്ടാ ഞാൻ ഈ പടത്തിൽ ജോയിൻ ചെയ്തത്. 35 ദിവസമാണ് ഞാൻ ഡേറ്റ് കൊടുത്തത്. ഇപ്പൊ 45 ദിവസം കഴിഞ്ഞു. ഇനി ആ പടം പൂർത്തിയായിട്ടില്ല. എനിക്ക് വേറെ പടത്തിലും ജോയിൻ ചെയ്യണ്ടേ? വേണം സാറേ. സാറേ ഗംഭീര മേക്കിംഗ് ആണ് സാറേ. കായലിന്റെ തീരത്തുനിന്ന് എടുത്ത സീൻ കണ്ടിട്ടേ അടിപൊളിയാ. അത് അയാൾ പറഞ്ഞ പോലെ എഴുതിയ പോലെ ചെയ്തിരുന്നെങ്കിട്ടല്ല പടം 7 നില പൊട്ടും. ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്താണത്. കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ടോ? ഈ കോസ്റ്റ്യൂം ഇപ്പൊ AD പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേഞ്ച് ചെയ്യാൻ. എന്നോട് പഠിക്കാൻ പറഞ്ഞ സീൻ ഈ സീനാണോ? ധാരത് നന്നായിച്ചത് അസിസ്റ്റന്റ് ഡയറക്ടർ അവനെ വിളിക്കേ. എന്ത് പുണ്ണാക്കല എന്തൊക്കെയാണ് അവരെ ചെയ്യുന്നത്? ഇത് ചേഞ്ച് അല്ല സാറേ. എന്ത് പരിപാടി? AD കാലഘട്ടത്തിലെ സീനാണോ ചെയ്യേണ്ടത്? അല്ല സാറേ. ഈ ഡ്രസ്സാണോ പറഞ്ഞത്? അടുത്ത ഫൈറ്റ് സീൻ ഏത് സീനാണ് എടുക്കേണ്ടത്? അത് ചെറുതായിട്ട് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആരോട് ചോദിച്ചിട്ടാണോ ചേഞ്ച് ചെയ്ത്? അല്ല സാർ, അത് ഈ നായകന്റെ ചെറിയൊരു ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ്. എടോ ഈ മലയാള സിനിമ എന്ന് പറയുന്നത് നായകൻ പറഞ്ഞത് മാത്രം കേട്ടിട്ട് മുന്നോട്ട് കൊണ്ടുവന്നാണോ? നീ പറയണ ഈ പടത്തിലെ നായകൻ സിനിമയിൽ അഭിനയിക്കുന്ന മുമ്പ് നായകനായി അഭിനയിച്ചവനാണ് ഞാൻ. ഡയറക്ടർ വിളിക്കണം സാറേ. അങ്ങോട്ട് പോയി എന്താ പ്രശ്നം? ഇയാളുടെ എത്രാമത്തെ കൂടെ? എന്റെ 34ാമത്തെ കൂടെ സർ. താൻ സിനിമ കാണുന്നതിന് മുമ്പ് സിനിമയിലെ നായകനായി അഭിനയിച്ചവനാണ് ഞാൻ. ഞാൻ ഈ സിനിമയ്ക്ക് ഡേറ്റ് തരുമ്പോ തന്നോട് എന്താ പറഞ്ഞത്? സാർ മാക്സിമം നന്നായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതല്ലടോ, ഞാൻ 35 ദിവസമല്ലേ തനിക്ക് ഡേറ്റ് തന്നത്? അല്ല അത് പിന്നെ സാർ ഈ ഇപ്പൊ തന്നെ 45 ദിവസം കഴിഞ്ഞില്ലേ? താനിങ്ങനെ ഒച്ച കഴിയുന്ന പോലെ ഈ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറെ പടത്തിൽ ജോയിൻ ചെയ്യണ്ടേ? സാർ പ്രതീക്ഷിക്കാതെ മഴ വന്നോണ്ടല്ലേ സാർ നമ്മൾ 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് പോയത്. ഇപ്പൊ എനിക്ക് തന്ന സീന് മാറ്റിട്ട് വേറെ സീൻ എടുക്കാൻ എന്താ കാരണം? സാർ അത് ഇപ്പൊ ലൈറ്റ് പോകാൻ സാധ്യതയുണ്ട്. സത്യം പറയണം, ലൈറ്റ് പോകാത്തതാണോ കാരണം അതോ നായകൻ എത്താത്തതാണോ കാരണം? അല്ല നായകൻ വന്നില്ല സാർ. സാർ നായകനെക്കാട്ടും ഇമ്പോർട്ടൻസ് ക്യാരക്ടറുകളിലെ സാറിന് ഈ പടത്തില് സാർ വർക്കുണ്ടേ. അതെ, ഞാൻ നേരത്തെ താൻ തന്ന സീന് പഠിച്ച് ആവാഹിച്ച കഥാപാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. ആ സമയത്ത് താൻ പെട്ടെന്ന് സീന് മാറ്റി കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് അഭിനയിക്കാൻ പറ്റണ്ടേ? സാർ നമ്മൾ ഈ സീന് കഴിഞ്ഞുകൊണ്ട് ആ സീൻ എടുക്കും സാർ. ഇപ്പൊ ഈ സീൻ ഒന്ന് വായിച്ചിട്ടൊന്ന് ആവാഹിച്ചാൽ മതി. ഇതിൽ എന്റെ കൂടെ അഭിനയിക്കുന്ന നായികയോടെ? നായിക കാരവലാണ് സാർ. എന്നാ നായികയോടെ എന്റെ കാരവണിലേക്ക് വരാൻ പറ. അവിടുന്ന് റിഹേഴ്സൽ കഴിഞ്ഞിട്ടേ നമുക്ക് ഷൂട്ട് ചെയ്യാം. വേണം ഓർമ്മ. അതെ, നായികയോടെ നായികയുടെ റൂമിൽ ആ കാരവനിലേക്ക് എല്ലാം പറയാം. ഓക്കെ സാറേ. അത് കൊണ്ട് വെച്ചോടെ. അതെ, നീ DGPന്റെയും പോലീസിനെ സെറ്റ് ആയിക്കോട്ടാ. അടുത്ത സീൻ ഇത് കഴിഞ്ഞ അവിടെ വെക്കാം. അതിന്റെ മതി. അതന്നെ തിന്നോടങ്ങട് തിന്നട്ടെ. അയ്യോ, സമ്മേളനത്തിന് എല്ലാരും വരണമെന്ന് കൃത്യമായിട്ട് അത് അറിയിക്കണം കേട്ടാ. അല്ലാതെ ആള് കുറയരുത്, അത് പ്രശ്നമാണ്. മന്മതാ ഇത് നോക്ക്. MLA ഒരു വീഡിയോ. MLA നമ്മുടെ MLA ഇല്ലേ? MLA വീഡിയോ വരും. എല്ലാ MLA മാരും കുഴപ്പക്കാരായി ഇപ്പോഴത്തെ. അല്ലെന്ന് നമ്മുടെ MLA ഇല്ലേ, ശീതളൻ MLA. അയാളെന്തോ മൂപ്പര് എവിടേക്കോ അത്യാവശ്യമായിട്ട് പോവായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പെട്ടെന്ന് ഒരു തട്ടുകട കണ്ടപ്പോ വണ്ടി അവിടെ നിർത്തി നേരെ തട്ടുകടയിലേക്ക് പോണു. അവിടെ ചെന്നിരിക്കുക, എന്താ കഴിക്കാനുള്ളത് ചോദിച്ചു. അപ്പൊ പഴംപൊരി മാത്രമേ ഉള്ളൂ, പിന്നെ ചായ ഉണ്ട്, വേണോ ചോദിച്ചു. അപ്പൊ ഒരു എടുക്ക് പഴംപൊരി പറഞ്ഞു. അങ്ങനെ പഴംപൊരി തിന്നുക. ഈ മനുഷ്യൻ ആ കടയുടെ മുമ്പിൽ നിന്നിട്ട് MLA അല്ലേ നോക്കുമ്പല്ലേ പഴംപൊരി കഴിച്ചോണ്ട് നിൽക്കുമ്പോ കുറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോകുന്നു. അതിന്റെ മുമ്പ് കൂടെ സ്കൂൾ വിട്ടിട്ട് അപ്പൊ ഒരുത്തരോട് ചോദിച്ചു, മോനെ നിനക്ക് വേണാ? അപ്പൊ അവൻ പറഞ്ഞു, ആ വേണം പറഞ്ഞു. ഏതോ ഒരു വിരുദേ. അപ്പൊ ഒരു കുട്ടി വേണം പറഞ്ഞാൽ എല്ലാരും വരില്ലേ? എല്ലാവരും കൂടെ വന്നു പഴംപൊരിക്ക്. കടയിലുള്ള പഴംപൊരി, അവിടെയുള്ള പഴംപൊരി ഒക്കെ തീർന്നു. എന്നിട്ട് രണ്ടാമത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എവിടെ മറ്റേ വാഴക്കൊലയെ കൊണ്ടുവന്ന് അവർ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് എല്ലാവരും തീറ്റിച്ചിട്ട് പറഞ്ഞേച്ചാ മൂപ്പര് പോയത്.
സത്യ തന്നെ പോലുള്ള പൊട്ടന്മാരുള്ളതുകൊണ്ടാണ് അയാൾ വീണ്ടും വീണ്ടും ജയിച്ചിവിടെ MLA ആണ്. അതാ എന്താ ഈ പറയുന്നത്? എന്താ വലിയ കാര്യമാണ് ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞത്. എന്റെ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞതാ. അതാണ്. ഒന്നുമില്ല, പോണ വഴിക്ക് പുള്ളിയുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി. എന്നിട്ട് അവിടെ ഇറങ്ങി ഇപ്പൊ തൊട്ട് ഫ്രണ്ടിൽ കണ്ട കടയിൽ നിന്ന് ചായയും പഴംപൊരിയും മേടിച്ചു കഴിച്ചു. എന്നിട്ട് അതുവഴി പോയ ഏതോ ഒരു കുട്ടിക്ക് ഒരു പഴംപൊരി മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം വേണ്ട അവരാളെ വെച്ച് ഷൂട്ട് ചെയ്ത് ഇതിനെടുത്ത് ആൾക്കാരിൽ അറിയിച്ചു. ഇത് PR വർക്കാണ്. PR വർക്ക്, വർക്കാ, പബ്ലിക് റിലേഷൻസാ. അതായത് ആൾക്കാരുടെ ഇടയിൽ ഇവരുടെ കേമത്രം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ഒക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ സൂക്കട എനിക്ക് മനസ്സിലായി, നീ വേറെ പാർട്ടിയാണ്. അതാണ് ഇവരുടെ കേമത്രം കണ്ട് നിന്നെ പോലുള്ള പൊട്ടക്കുളത്തിലെ തവളകളുണ്ടല്ല, അവരിതങ്ങ് വിശ്വസിക്കും. അതൊക്കെ വിട്, അത് വിട്. നീ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട് എന്തായി? എനിക്ക് താല്പര്യമില്ല. പക്ഷേ പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. പാർട്ടി എന്നുള്ള സമ്മർദ്ദമല്ല, നീ തന്നെ നിനക്ക് സമ്മർദ്ദം ചെലുത്തിട്ട് ഞാൻ കേട്ടു. ശരിയാണ്. എന്തിനു സത്യ? എന്തിന്? എനിക്ക് പൊതുപ്രവർത്തനം ചെയ്യാനായിട്ട് ഒരു പാർട്ടിയും ഒരു സ്ഥാനമാനങ്ങളും വേണ്ട. ഇന്ന് കാലത്ത് തന്നെ ഞാൻ അരി, പലവ്യഞ്ജനം, പച്ചക്കറി ഇതെല്ലാം മേടിച്ചു കൊടുത്തു വീട്ടില്. നിന്റെ വീട്ടില്? പൊതുപ്രവർത്തനം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. എല്ലാം നമ്മൾ അടിസ്ഥാനം വീടാണ്, അവിടുന്ന് തുടങ്ങണം ഓരോ കാര്യങ്ങള്. ഇല്ല, നാളെ പാക്കപ്പാണ്. 2-3 പാച്ചപ്പ് സീനും കൂടി ചെയ്യാനുള്ളൂ. അതെ. അല്ല, ഞങ്ങള് നെക്സ്റ്റ് മന്ത് റിലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. പടം നന്നായി തോന്നുന്നുണ്ട്. എനിക്ക് നല്ല പ്രതീക്ഷയുള്ള പടം. നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഓക്കെ. ഞാൻ വിളിക്കാം. ഓക്കെ. സീനായി സാറേ. ആ സീനല്ല സാറേ, ഈ സുഗതനുണ്ടല്ലോ, പുള്ളി സീനാക്കി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതല്ല, അതൊന്നും വിഷയമാക്കണ്ട സാറേ. അത് അങ്ങനെയുള്ള സീനല്ല, ഇതിപ്പോ ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. എന്താ പ്രശ്നം എന്ന് പറ സാറേ. സുഗതൻ ആ നായികയായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നായിക പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവരോടെന്തോ അവമര്യാദ പെരുമാറിയെന്നും പറഞ്ഞിട്ട് അവരിപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതൊന്നും ചെയ്യില്ലെന്ന് പറയാൻ പോയിട്ട്. കാരണം നമുക്ക് നാളെ പാക്കപ്പാണ്, അടുത്ത മാസം റിലീസ് ആവാനുള്ള സിനിമയാണ്. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം നീ. അവരുടെ പേഴ്സണൽ കാര്യം നമ്മൾ എങ്ങനെ ഇടപെടും സാർ? അവിടെ ഇനി അഭിനയിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അഭിനയിക്കാൻ സാധിക്കില്ല, പക്ഷെ സുഗതനായിട്ടൊരു കോമ്പിനേഷൻ സീൻ ഇപ്പൊ ഇല്ല. നീ ഒന്ന് പോയിട്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്യേ. അല്ല, ഞാനല്ല, സാറൊന്ന് പോയിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന നല്ലത്. കഷ്ടാണ് ഈ മനുഷ്യനെ കൊണ്ട്. ഒരു പടം സമാധാനമായിട്ടൊന്ന് ചെയ്തിരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാല് എന്തൊക്കെ ഇഷ്യൂ ആണ് അയാൾ ഉണ്ടാക്കി വെക്കണത്? സത്യേട്ടോ, നിങ്ങളെ സൂപ്പർ സ്റ്റാർ പോയല്ല, കാണിച്ചു കൂട്ടി കണ്ടില്ലേ? അതെ, ഞാനിപ്പോ കണ്ടോണ്ടിരിക്കണേ. എന്താണ് കേട്ടോ ഇതൊക്കെ? എന്താ ഇങ്ങനെ പറ്റിയത്? എനിക്കെങ്ങനെ വെള്ളമാണെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ട്? വെള്ളവും കഞ്ചാവും ഒക്കെ ഉണ്ടാവും ചിലപ്പോഴേ. എന്ത് പറയാൻ? എന്താ നല്ല നല്ല സിനിമയിലൊക്കെ എത്രയോ വേഷങ്ങൾ കണ്ടിട്ട് നമ്മൾ അതിന്റെ കൂടെ ആയിപ്പോവും നമ്മളേ. സത്യം. അങ്ങനത്തെ എത്ര പടങ്ങള് എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചു കാലമാടാൻ. തീർന്നു. നിങ്ങൾക്കെല്ലാം തലയെ കയറ്റി വെച്ചോണ്ടിരുന്നത്. ഈ നടന്മാരെന്ന് പറയുന്ന വിഭാഗത്തിനെ ഒറ്റണത്തിനെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ എല്ലാരും ഏത് നേരത്തെ എന്താ അവർക്ക് വരിക എന്ന് പറയാൻ വയ്യല്ലോ. ശരിയാ. തോന്നിയ പോലെ പെരുമാറുപോയി. അഭിനയല്ലേ? അതെ. എന്തായാലും ഈ ഒരു വാർത്ത കേട്ടപ്പോഴേ ചേട്ടനടുത്തൊന്ന് പറയണം തോന്നിയിരിക്കും. നന്നായി. ഇപ്പൊ നിനക്കൊരു സുഖം കിട്ടിയല്ലോ. എന്നെ കുട്ടിയിട്ടല്ലേ? അതെ. ഇത് പോയിക്കോട്ടെ. പോയിക്കോ. ശരി. ഓക്കേ. ഇനി ഈ തെണ്ടിയുടെ ഒരൊറ്റ സിനിമ ഞാൻ കാണില്ല. വേണ്ട, നിർത്തി. സിനിമയെ നിർത്തി. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ചിലക്കാത്ത കിളി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും സ്വാഗതം. ചിലക്കാത്ത കിളി എൻ്റെ സിനിമാ ജീവിതത്തിലെ 34ാമത്തെ സിനിമയാണ്. മറ്റുള്ള സിനിമകളൊക്കെ നിങ്ങൾക്കറിയാം വൻ വിജയമായിരുന്നു. അതുപോലെ ഈ സിനിമയും ഒരു വൻ വിജയമാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഈ മാസം അവസാനമാകുമ്പോഴേക്കും സിനിമ റിലീസാവും. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരുപാട് സംതൃപ്തനാണ്. കാരണം ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട്. വയലൻസ് ഉണ്ട്, നല്ല കോമഡി സീൻസ് ഉണ്ട്, പിന്നെ എടുത്തു പറയേണ്ടത് 4 പാട്ടുകൾ ഉണ്ട്. അതിൽ ഒരു പാട്ട് ഞങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ചെക്കോസ്ലോവാക്യ എന്നാണ്. എവിടെ? ചെക്കോസ്ലോവാക്യ? ഏത് പാട്ട്? ഞാനില്ലല്ലോ. അത് നായകനും നായികയും കൂടെയുള്ള പാട്ട്. അപ്പൊ നിന്റെ പാട്ടെന്താ ഫോട്ടോ വെച്ചെടുത്ത്? അത് സാറിന്റെ സിനിമ സന്ദർഭം അവിടെയാണല്ലോ. സാർ അവിടെ നിന്ന് ജനിച്ചു വളർന്ന ആളായതുകൊണ്ട്.
കാശ് വളരെ കുറവാണ്, അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്റെ പാട്ട് പാടി ഇന്നലെ വന്നവരുടെ പാട്ടൊക്കെ അവിടെ. അപ്പൊ ആ പാട്ട് വളരെ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു നായകൻ സൂര്യദേവനെ ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് സൂര്യദേവ്. പാട്ടിന്റെ സീനിലൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ നായിക കിങ്ങിണി പ്രിയയ്ക്കും ഈ സിനിമ ഒരു വല്ലാത്തൊരു ബ്രേക്ക് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നായകനും നായിക മാത്രം മതിയോ? സെൻട്രൽ ക്യാരക്ടറുകളെ കുറിച്ചൊന്നും പറഞ്ഞു. അയ്യോ, വെരി സോറി. ഞാൻ നമ്മുടെ സുഗതൻ സാറിനെ കുറിച്ച് പറയാൻ വിട്ടുപോയതാണ്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങുന്നത് സുഗതൻ സാറിന്റെ ക്യാരക്ടറായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ 10-34 സിനിമകൾ, അതിൽ ഒരുപാട് പടങ്ങൾ ഹിറ്റാണ് നമ്മുടെ മൊയ്തുവിന്റെ. അപ്പോൾ മൊയ്തുവിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആയി അദ്ദേഹത്തിന്റെ ഒരു പടത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ തിരക്കുകൾ മൂലം പറ്റാറില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇപ്പോ മൊയ്തുവിന്റെ ഈ പടത്തില്, അത് പുതുമുഖ നായകനും നായികയാണെങ്കിലും അവർക്കല്ല പ്രാധാന്യം എന്റെ കഥാപാത്രത്തിനാണ്. ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ സാധ്യതയുള്ള, മലയാളത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, സിനിമാ മേഖലയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സിനിമയായിരിക്കും നമ്മുടെ ഈ സിനിമ. ഞങ്ങളുടെ നായികയ്ക്ക് ഇന്ന് ഈ ഇതിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അവൾക്ക് മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് വരാൻ സാധിക്കുക. അതെ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. ഈ പടത്തിന്റെ സെറ്റിൽ വെച്ച് നായികയ്ക്ക് ഒരു പ്രമുഖ നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് കേട്ടല്ലോ. ആ പ്രമുഖ നടൻ താങ്കളാണോ? സിനിമയെ കുറിച്ച് ചോദിക്കും. ഇത് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ, അതിന്റെ സെറ്റിൽ വെച്ച് നടന്നതല്ലേ. ആ കുട്ടിയെ സോഷ്യൽ മീഡിയയിൽ മീറ്റു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. പലർക്കും പലതും ഉന്നയിക്കും. ഇപ്പൊ ആ വിഷയം വിടും. നമ്മൾ സിനിമയെ കുറിച്ച്, നമ്മൾ നല്ല ഒരു സിനിമയെ കുറിച്ചല്ലേ സംസാരിക്കണം, അത് സംസാരിക്കും. താങ്കൾക്കെതിരെയാണ് നടി ആരോപണം ഉന്നയിച്ചത്, അപ്പൊ ഉത്തരം പറയേണ്ടത് താങ്കളാണ്. തൽക്കാലം നമുക്ക് സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ സെറ്റിൽ നടന്നൊരു കാര്യമാണല്ലോ, അപ്പൊ അതിന് മറുപടി പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം താങ്കൾക്കില്ലേ ഡയറക്ടർ എന്നുള്ള നിലക്ക്? ഇവിടെ ഡയറക്ടർക്കല്ല, ഇപ്പൊ എന്നോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം. അല്ല, അങ്ങനെ ഡയറക്ടറല്ലോ പറയണ്ടത്. ഇപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവർ രണ്ടുപേരും ചോദിച്ചപ്പോ നമ്മള് ഈ കാര്യം ഇവിടെ നിർത്താം, സിനിമയെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു. പിന്നെ അതേ ഇനി പറയാവൂ, അല്ലാണ്ട് അവിടെ ഡയറക്ടർ കയറി ഇനി വേറൊന്നും പറയുന്നില്ല. ഞാനാ തീരുമാനിക്കും. സിനിമയെ കുറിച്ച് സംസാരിച്ചത് നിങ്ങളുടെ സിനിമ സെറ്റിൽ നടന്ന ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് ഞങ്ങൾ ഈ ചോദിക്കുന്നത്. സിനിമ സെറ്റിൽ നടന്ന കാര്യത്തെ കുറിച്ച് ഇയാൾ സംസാരിക്കണ്ടോ? ഇയാൾ സിനിമയെ കുറിച്ച് സംസാരിക്കേ. മറ്റേ വർത്താനം പറയാൻ നിൽക്കരുത്. മറ്റു വർത്തമാനമല്ല, നടന്ന കാര്യം തന്നെ പറയുന്നത്. എന്ത് നടന്ന കാര്യം തനിക്ക് എങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ, സിനിമയുടെ സെറ്റിൽ നടന്നതല്ലേ ഇത്? നിങ്ങൾ കാര്യം അറിയാനാണോ വന്ന്? ഞാൻ പറയട്ടെ. ആ പടത്തിലൊരു സീനുണ്ട്, നമ്മുടെ നായിക ഇങ്ങനെ ഒരു ദൂരത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നായിക അറിയാതെ എന്റെ കഥാപാത്രം പിറകിൽ നിന്ന് വന്ന് ആ കൊച്ചിനെ പിടിക്കണം. അങ്ങനെ ഞാൻ പിറകിൽ നിന്ന് വന്ന് കയറി പിടിച്ചു. അതിലെന്താ തെറ്റ്? പക്ഷെ അങ്ങനെയല്ലല്ലോ ആ കൊച്ചു പറഞ്ഞത്. പിന്നെ ആ കൊച്ചെങ്ങനെയാണോ പറഞ്ഞത്? നിങ്ങൾ നേരെ കയറിയ കാരവണി വെച്ചിട്ട് അവർ കയറി പിടിച്ചു എന്നുള്ള കൊച്ചു പറഞ്ഞത്. അതിലെന്താണ് തെറ്റ്? അതിലെന്താ തെറ്റ്? ആ സിനിമയിൽ അഭിനയിക്കുന്ന സീനിൽ എനിക്ക് ആരെ കയറി പിടിക്കാന്നുണ്ട് കഴിഞ്ഞ മുമ്പ് ഞാനൊന്ന് പിടിച്ചോണ്ട് അവളെ ചരിത്രം പോവോ? അത് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടല്ലോ നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ നീ എന്നെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം. ഞങ്ങൾ മാന്യമായിട്ടാണ് ചോദ്യങ്ങൾ വയ്ക്കുന്നത്. അപ്പൊ 30 കൊല്ലായിടാ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. 30 കൊല്ലം ഞാൻ വീണിട്ടുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. 100 കണക്കിന് നായികമാരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നലെ വന്നൊരു കൊച്ചു പറയുന്നത് കേട്ടത് നീ അങ്ങനെ വലിയ പറയല്ലേ? എന്ന് ചൂടായ നീ എന്ത് ചെയ്യണ ചെറ്റേ? നീ ഒരുമാതിരി മറ്റോട്ടാൻ എന്നോട് പറയാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. ഞങ്ങളോട് നിന്നോട് ഞാൻ സംസാരിക്കാൻ വന്നു. ഞാൻ പറയുന്നത് കേട്ടിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഇരുന്നാലേ. മാന്യനാണെങ്കിൽ ഇങ്ങനെയാണോ ഞാൻ പറയുന്നത്? എനിക്ക് എന്റെ മാന്യത എത്രയുള്ള നിങ്ങളാണോ ഒരു നടൻ? അതാ ഞാൻ തന്നെയാണ് നടൻ. ദാ ചിലക്കണ്ട പോടാ, ഇറങ്ങി പോടാ. ഞാൻ നടന്നില്ല. 10-30 കൊല്ലമായിട്ട് ഞാൻ അഭിനയിക്കുന്ന പടങ്ങൾ നീ കണ്ടിരുന്നില്ല. അത് മുഴുവൻ പേപ്പറിൽ വരുന്നുണ്ട്. നിന്റെ പേപ്പർ മൊത്തത്തിൽ ഞാൻ വിലക്കെടുക്കൂടാ. ഈ പേപ്പർ പറഞ്ഞ് പേടിപ്പിക്കല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം പൊതുജനം കാണുന്നതാണ്. പൊതുജനം കണ്ട എനിക്ക് മറ്റാണ്. പൊതുജനത്തിന്റെ പൊതുജനം പറയുന്നത് ഓടാൻ പൊതുജനന്റെ ഒരു എന്ത് മനുഷ്യനത്? ഒരു മാന്യതയില്ലല്ലോ. മുണ്ടെടുത്തോണ്ട് ഓടും.
എന്ത് പൊതിയനം പറഞ്ഞ് എനിക്ക് ഉണ്ടാക്കാതിരിക്കല്ലേ പൊതിയനല്ല എനിക്ക് ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടായതാ സ്വയം ഉണ്ടായതാ എന്ത് മാന്യതാ നീയൊക്കെ പൊതിയനം ദയവാണ് അസിസ്റ്റന്റ് കോമാളി. അതെ എല്ലാവരും എന്നോടും ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അത് വളരെ മോശമായിട്ടാണ് പ്രതികരിച്ചത്, അതെനിക്കറിയാം. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പറ്റിപ്പോയി. ഓരോരുത്തരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇത് സിനിമയാണ്. പ്രവർത്തകരെയാണ് അപമാനിച്ചിട്ടില്ല. സംഭവിച്ച ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അല്ല പുള്ളി സിനിമയിലും വില്ലൻ ജീവിതത്തിലും വില്ലനോ? എന്താ ചെയ്യാ, ചില ആളുകൾ ക്യാരക്ടർ എങ്ങനെ ആയിപ്പോയി. അതെ, നിങ്ങള് എന്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം ഞാൻ ഒരു വർഷത്തിലേറെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി പാടുപെടും. അപ്പൊ 45 ദിവസം ഷൂട്ട് ചെയ്തിട്ടാണ് ഈ സിനിമ ഞാൻ പരുവത്തിലാക്കി. എന്റെ എനിക്കറിയാം. ഇങ്ങനെ ഒരാള് കാരണം ആ സിനിമ തകർന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ സങ്കടമുള്ള കാര്യം. അപ്പൊ നിങ്ങള് മാക്സിമം പ്രൊമോഷൻ എനിക്ക് തരണം. ഈ സിനിമ എനിക്കൊന്ന് വിജയിപ്പിച്ചെടുക്കണം, അതാണ്.